അപ്പോൾ ഇവിടെ ഒരു സെയിൽസ് സിസ്റ്റം നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലോ നിങ്ങളുടെ താഴെയോ അതല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലോ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങളോട്. സോ 3 strategies of building an effective sales system. അപ്പോൾ നമ്പർ 1 ഒന്നാമത്തെ സംഗതിയാണ് ഡിഫൈൻ ദ പ്രോസസ്. ഒരു സെയിൽസ് സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തതാണ് പ്രോസസ്സ് ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത്. സോ ഹൂ ഈസ് യുവർ കസ്റ്റമർ? ആദ്യം നമ്മൾ പഠിപ്പിക്കേണ്ടത് ആരാണ് നമ്മുടെ കസ്റ്റമർ. അത് മാനുഫാക്ചർ എന്ന് പറയുന്നത് വെരി ക്ലിയർ, ഇറ്റ് ഈസ് ക്ലിയർ. പക്ഷേ നിങ്ങൾ എല്ലാ മാനുഫാക്ചേഴ്സും നിങ്ങളുടെ കസ്റ്റമർ അല്ല. എല്ലാ മാനുഫാക്ചർക്കും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. എല്ലാ മാനുഫാക്ചർക്കും നിങ്ങളുടെ സ്റ്റാൻഡേർഡ് വേണ്ട. ചിലപ്പോൾ നിങ്ങൾ ഹയർ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് വേണ്ടാത്തതായിരിക്കാം, അല്ലെങ്കിൽ ലോവർ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് വേണ്ടാത്തതായിരിക്കാം. നിങ്ങളുടെ മാർജിൻ അവർക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഇത് വേണ്ട. നിങ്ങളുടെ പ്രീമിയം മാനുഫാക്ചർ ആണോ നിങ്ങളത്, മിഡ് റേഞ്ച് മാനുഫാക്ചർ ആണോ നിങ്ങൾ, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റുകളാണെങ്കിൽ യെസ്, ഏത് ടൈപ്പാണ് നിങ്ങളുടെ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ്? കൊമേഴ്ഷ്യൽ ആണോ, റെസിഡൻഷ്യൽ ആണോ, ബിൽഡർ ആണോ, കോൺട്രാക്ടേഴ്സ് ആണോ? ഹൂ ഈസ് യുവർ കസ്റ്റമർ? അത് ഏത് റേഞ്ചിലുള്ള കസ്റ്റമറാണ്, അവരുടെ ക്യാരക്ടറിസ്റ്റ് എങ്ങനെയാണ്, അതിനെക്കുറിച്ച് വ്യക്തമായ ക്ലാരിറ്റി നമ്മുടെ സെയിൽസ്മാൻ ഈ പ്രോഡക്റ്റിൻ്റെ കൂടെ തന്നെ പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുക്കാനുള്ള മെക്കാനിസം, പ്രോസസ്സ് നമ്മുടെ സെയിൽസ് സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ അയാൾക്ക് പണി എളുപ്പവും. അയാളെല്ലാം കൂടെ തിരയേണ്ട, കാർഡടച്ചയാൾ വെടിവെക്കേണ്ട കാര്യമില്ല. മറിച്ച് അയാൾ സ്പെസിഫിക് ആയിട്ട് കാണേണ്ടവനെ മാത്രം പൊസിഷൻ ചെയ്യാൻ പറ്റും. യെസ്, അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഇവരെന്തിന് ഞങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങണം? നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങാൻ ആവശ്യമായിട്ടുള്ള പെയിൻ എന്താണ് അയാളുടേത്? ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങളൊരു വെൽനസ് പ്രോഡക്റ്റ് വിൽക്കുന്ന ആളാണെങ്കിലും ശരി, കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ആണെങ്കിലും ശരി, അതുപോലെ തന്നെ വേറെ എന്താണ് ശരി, നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങാൻ ആവശ്യമായിട്ടുള്ള, നിങ്ങൾ അയാളെ കസ്റ്റമർ ആവാൻ ആവശ്യമായിട്ടുള്ള എന്ത് പെയിൻ പോയിന്റ് ഒക്കെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ കസ്റ്റമർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത്, അതിനെക്കുറിച്ച് അസ്യൂം ചെയ്ത് ക്ലിയർ കട്ട്. യെസ്, എനിക്കറിയാം എൻ്റെ കസ്റ്റമർ ആരാണ്. ഞാനൊരു സെയിൽസ്മാനാണ്, ഓഫ് കോഴ്സ്. ഞാൻ എന്തിനാണ്, ഞാനൊരു ട്രെയിനറാണ് എന്ന് കരുതിയിട്ട് എല്ലാ ട്രെയിനിങ്ങും എല്ലാവർക്കും ട്രെയിനിങ് എടുക്കുന്ന ഒരു പരിപാടിയല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളുടേത് വളരെ സ്പെസിഫിക് ആണ്. ഞങ്ങളുടെ ട്രെയിനിങ് ഞങ്ങൾ കൊടുക്കുന്നത് 2 ഏരിയയിലാണ് സ്പെസിഫിക് ട്രെയിനിങ് കൊടുക്കുന്നത്. ഒന്ന്, ഞങ്ങൾ ഓൺട്രപ്രനേഴ്സിന് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബിസിനസ് കോച്ചിങ്, ബിസിനസ് സ്ട്രാറ്റജി കൺസൾട്ടിങ്, ബിസിനസ് ട്രെയിനിങ് ഞങ്ങൾ കൊടുക്കുന്നു. അത് സ്റ്റാർട്ടപ്പുകാർക്ക് കൊടുക്കുന്നുണ്ട്, എസ്റ്റാബ്ലിഷ് ആയ ആളുകൾ കൊടുക്കുന്നുണ്ട്, ബിസിനസ് സ്കെയിലപ്പ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്, ഇടത്തരം ബിസിനസ്സുകാർക്ക് ബിസിനസ്സിന് ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് എത്തിയിട്ട് ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ കൊടുക്കുന്നുണ്ട്. വളരെ ക്ലിയർ ആണ്, അവർ കസ്റ്റമേഴ്സ് ആർ ഓൺട്രപ്രനേഴ്സ്. ആരാണ്, ഏത് ഓൺട്രപ്രനേഴ്സ്? മീഡിയം സ്മോൾ സ്കെയിൽ ഓൺട്രപ്രനേഴ്സ്, സ്റ്റാർട്ടപ്പ് ഓൺട്രപ്രനേഴ്സ്. ഞങ്ങൾക്ക് 100 ബ്രാഞ്ച് ഉണ്ട്. അടിപൊളിയാണ്, 100 ബ്രാഞ്ച് ഉണ്ട്. ഞങ്ങൾക്ക് സെൻട്രലൈസ്ഡ് സിസ്റ്റം ഉണ്ട്. ഞങ്ങൾ ഹെഡ് ഓഫീസ് ദുബായിലാണ്. അയാൾ ഞങ്ങളുടെ കസ്റ്റമർ അല്ല. അയാൾക്ക് ഞങ്ങളെ ആവശ്യമില്ല, എന്നെ ആവശ്യമില്ല. ബിക്കോസ് he's himself is motivated, he's himself is directed, he's having professional with him and he don't need us. അയാൾക്ക് ഞങ്ങൾ ആവശ്യമില്ല. സോ ഈസ് നോട്ട് മൈ കസ്റ്റമർ. ഞങ്ങൾ ആവശ്യമുള്ളത് ഇടത്തരം ചെറുകിട ബിസിനസ്സുകാർ. എങ്ങനെയാണ് ഇതിന് രക്ഷപ്പെടേണ്ടത്, എങ്ങനെയാണ് സ്ട്രാറ്റജി, എങ്ങനെയാണ് ഒരു സെയിൽസ് സിസ്റ്റം ബിൽഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ടീമിനെ ബിൽഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് രക്ഷപ്പെടുത്തേണ്ടത്, എങ്ങനെയാണ് പുതിയ ബിസിനസ് തുടങ്ങുക, അല്ലെങ്കിൽ പുതിയ സ്ഥലത്ത് ബ്രാഞ്ച് ചെയ്യുക, അതും കൂടെ എങ്ങനെ മാനേജ് ചെയ്യും എന്നറിയാത്ത, എന്നാൽ ആഗ്രഹമുണ്ട്, വലിയ സ്വപ്നങ്ങളുള്ള ആളുകൾ എന്ന് കരുതിയിട്ട് ഇങ്ങനെ മതി, ഇത്രയും മതി, എനിക്ക് വലിയ ബിസിനസ് ഒന്നും വേണ്ട, എനിക്ക് കൂടുതൽ കച്ചവടം വേണ്ടെന്ന് വാശിയുള്ള ആളുകൾ ഞങ്ങളുടെ കസ്റ്റമർ അല്ല. ഇടത്തരം ചെറുകിട ബിസിനസ്സുകാർ, വലിയ സ്വപ്നങ്ങളുള്ള, വിജയിക്കണമെന്ന് ആഗ്രഹമുള്ള, സ്ട്രാറ്റജി അറിയാത്തത് കൊണ്ട് ബിസിനസ് ചെയ്യാൻ കഴിയാതെ പോയ ആളുകളാണ് ഞങ്ങളുടെ കസ്റ്റമർ. ക്ലിയർ ആയോ? ഇതുപോലെ ക്ലാരിറ്റി എന്ന് പറയുന്നത് ആദ്യം ഡിഫൈൻ ചെയ്യണം. അതാണ് നമ്പർ 1. പിന്നെ നിങ്ങളുടെ സെയിൽസ് സിസ്റ്റത്തിലെ ടച്ച് പോയിന്റ് എവിടേക്കാണ്? ഇത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ സെയിൽസ് സിസ്റ്റത്തിലെ കസ്റ്റമർ ടച്ച് പോയിന്റുകൾ എവിടേക്കാണ്? അതിപ്പോൾ റീറ്റെയിൽ ബിസിനസ് നടത്തുന്ന ആളുകളുണ്ടാവും, അതുപോലെ തന്നെ റീറ്റെയിൽ അല്ലാതെ ഫീൽഡിൽ കസ്റ്റമറെ കണ്ടുകൊണ്ട് ക്ലോസ് ചെയ്യേണ്ട ബിസിനസ്സുകളുണ്ടാവും, പ്രോജക്റ്റ് ബേസ്ഡ് ബിസിനസ്സുകളുണ്ടാവും. ഇതെല്ലാം നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ് മോഡലുകളാണ്. ഓരോ ബിസിനസ് മോഡലിൻ്റെയും കസ്റ്റമർ ടച്ച് പോയിന്റ് എന്ന് പറയുന്നത്, എക്സ്പീരിയൻസ് ഏരിയ എന്ന് പറയുന്നത് ഡിഫറെൻ്റ്. എല്ലാവരും പ്രൈസ് കൺസേൺ അല്ല. എല്ലാവരും പ്രൈസ് കൺസേൺ അല്ല. നിങ്ങൾ എല്ലാ പ്രോഡക്റ്റും വാങ്ങുന്നത് വില കുറഞ്ഞു എന്ന് നോക്കിയിട്ട് അല്ല. എന്തിനാണ് നമ്മൾ സ്വാധീനിക്കുന്നത്? തീർച്ചയായിട്ടും ആ പ്രോഡക്റ്റ് വിൽക്കാൻ വരുന്ന വ്യക്തിക്ക് നമ്മളുമായിട്ട് കുറേ കാലങ്ങളായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ അയാൾ നമ്മളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ
നമ്മൾ പ്രൊഡക്റ്റും നോക്കില്ല, പ്രൈസും നോക്കില്ല, ക്വാളിറ്റി നോക്കില്ല, ബ്രാൻഡും നോക്കില്ല. അയാൾ പറഞ്ഞത് നമ്മൾ എടുക്കും. നീഡ് അവിടെ ഉണ്ട്, പക്ഷെ പലപ്പോഴും നീഡ് പോലും ഇല്ലാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചില ആളുകൾ വാങ്ങാറുണ്ട്. പക്ഷേ നീഡില്ലാത്ത പ്രൊഡക്റ്റ് വിൽക്കരുത് കേട്ടോ, അത് വേറെ കാര്യം. അത് ലോങ് ടൈം റിലേഷൻഷിപ്പ് നശിപ്പിക്കും. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ടച്ച് പോയിന്റ് എന്ന് പറയുന്നൊരു സാധനം നിങ്ങളുടെ പ്രോസസ്സിനകത്ത് എവിടെയൊക്കെയാണ് കസ്റ്റമർ ടച്ച് പോയിന്റ് ഉള്ളത്? പ്രത്യേകിച്ചും B2Bയും B2Cയും ഇത് രണ്ടാണ്. B2B ആണെങ്കിൽ സ്പീഡാണ്, സിസ്റ്റത്തിൻ്റെ സ്പീഡ് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്, പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്, പ്രൈസിങ് ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്, ഡെലിവറി തുടങ്ങിയ സാധനങ്ങളും കൂടെ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പേഴ്സണൽ റിലേഷൻഷിപ്പും ഒരു പരിധിവരെ ഘടകമാണ്. എന്നാൽ അത് B2Cയിലേക്ക് പോകുമ്പോൾ ഇതിനേക്കാളും അപ്പുറത്ത് ഏറ്റവും വലിയ ഘടകമായിട്ട് വരുന്നത് റിലേഷൻഷിപ്പ് തന്നെയാണ്. വ്യക്തിപരമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പം നിങ്ങളുടെ ബിസിനസ് പ്രോസസ്സിനകത്ത്, സെയിൽസ് പ്രോസസ്സിനകത്ത് എത്ര ഏരിയയിൽ കസ്റ്റമർ ടച്ച് പോയിന്റ് വരുന്നുണ്ട്, കസ്റ്റമറുടെ എക്സ്പീരിയൻസ് ഏരിയാസ് എവിടെയൊക്കെ വരുന്നുണ്ട്, അത് അറിഞ്ഞിട്ട് അവിടെ ഏറ്റവും മികച്ച രീതിയിൽ ബിൽഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എന്ത് ട്രെയിനിങ് ആണ്, എന്ത് മെക്കാനിസമാണ്, എന്ത് പ്രോസസ്സാണ് നിങ്ങളവിടെ ബിൽഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ പ്രാക്ടീസ് ഉണ്ടായിരിക്കണം, അത് പലപ്പോഴും ഒരു കമ്പനിയും തന്നെ തങ്ങളുടെ പ്രോസസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവില്ല. സോ പ്രോസസ് ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് എങ്ങനെയാണ് കസ്റ്റമർ ഇൻറ്ററാക്ട് ചെയ്യേണ്ടത്, നിങ്ങളുടെ പ്രോസസ്സിനകത്ത് എങ്ങനെ കസ്റ്റമറോട് സംസാരിക്കണം, ഫസ്റ്റ് ഡയലോഗ് എങ്ങനെയായിരിക്കണം, ഫസ്റ്റ് സംസാരിക്കേണ്ടത് എങ്ങനെയാണ്, ഡ്രസ്സ് ധരിക്കേണ്ടത് എങ്ങനെയാണെന്ന് മിനിമം ഒരു ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടാവും. എന്നാൽ കസ്റ്റമറോട് ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം, ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കരുത്, ഇതൊന്നും പ്രോസസ്സിൽ പഠിപ്പിക്കില്ല, മറിച്ച് സിസ്റ്റത്തിലും പഠിപ്പിക്കില്ല. നേരെ മറിച്ച് ഇയാളിത് സീനിയർ എക്സ്പീരിയൻസ്ഡ് ആയ സെയിൽസ്മാൻ്റെ അടുത്ത് കണ്ടുപഠിക്കണം. ശരിയല്ലേ? ഇതല്ലേ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ പ്രോഡക്റ്റ് ട്രെയിനിങ് അല്ലാതെ ഒരു ട്രെയിനിങ്ങും എവിടെയും കൊടുക്കില്ല. എന്നാൽ ഒരു പ്രൊഫഷണൽ രൂപപ്പെടുന്നത് എവിടെ നിന്നല്ല, ഫീൽഡിൽ നിന്നല്ല. എന്തുകൊണ്ടാണ് സെയിൽസ് ഒരു പ്രൊഫഷനായിട്ട് റെസ്പെക്റ്റ് ഇല്ലാത്ത പ്രൊഫഷനായി മാറിയത്? എന്തുകൊണ്ടാണ് എല്ലാവർക്കും സെയിൽസിൽ സക്സസ് ആവാൻ പറ്റാത്തത്? എല്ലാവർക്കും സെയിൽസിൽ ഒരു പരിധി വിട്ട് വിജയിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒന്നാമത്തെ റീസണാണ് സെയിൽസിൽ പ്രോപ്പർ എഡ്യൂക്കേഷൻ മെക്കാനിസം പല കമ്പനികളും ഫോളോ ചെയ്യുന്നില്ല. സെയിൽസ് എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന എഡ്യൂക്കേഷൻ മെക്കാനിസം ഇല്ല. നിങ്ങൾ ഡോക്ടറെ നോക്കൂ, ഡോക്ടർ ആദ്യം തിയറിറ്റിക്കലായിട്ട് 5 വർഷം അയാൾ പഠിക്കും. എന്താണ് ബോഡി അനാട്ടമി, എന്താണ് മരുന്നുകൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, ബ്രെയിനിൻ്റെ പ്രവർത്തനം എങ്ങനെ, ഹാർട്ടിൻ്റെ പ്രവർത്തനം എങ്ങനെ, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളുടെയും പ്രവർത്തനം എങ്ങനെയാണെന്നൊക്കെ വളരെ കൃത്യമായിട്ട് പഠിച്ച് 5 വർഷം പഠിച്ച്, മാത്രമല്ല ഒരു സീനിയറുടെ എക്സ്പേർട്ടായിട്ടുള്ള സീനിയറുടെ, അത് ഡോക്ടറായിരിക്കാം, പ്രൊഫസറായിരിക്കാം, പ്രൊഫസർ കൂടി ആയിട്ടുള്ള ഡോക്ടറുടെ കീഴിൽ പേഷ്യൻറ്റിനോട് അയാൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഒരു IP പേഷ്യൻറ്റിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ മെഡിസിനാണ് കൊടുക്കേണ്ടത്, അയാളുടെ കൂടെ നിന്ന് പഠിക്കും. ക്ലിയറായോ? കൂടെ നിന്ന് റൈറ്റ് പ്രാക്ടീസ് പഠിക്കും. ഈ പഠനമെല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ അയാൾക്ക് രോഗിനെ കിട്ടൂ. അതാണ് ഡോക്ടറും കമ്പൗണ്ടർ എന്നറിയില്ലേ, ഡോക്ടറുടെ അസിസ്റ്റന്റ് അല്ലെങ്കിൽ മരുന്ന് വെച്ച് കിട്ടുന്നതിനൊക്കെ നമ്മൾ പഴയ കമ്പൗണ്ടർ. ഡോക്ടറും കമ്പൗണ്ടറും ട്രീറ്റ് ചെയ്യുന്നത് ഒന്ന് തന്നെയാണ്, രോഗിയെ തന്നെയാണ്. ചിലപ്പോൾ ഡയറക്റ്റ് ചെറിയ രീതിയിലൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നതൊക്കെ ഡോക്ടറെക്കാളും കൂടുതൽ ഇൻട്രാക്ഷൻ പലപ്പോഴും വരുന്നത് കമ്പൗണ്ടർക്കായിരിക്കും. ചിലപ്പോൾ മുറിവ് കെട്ടാനുള്ള സ്പീഡും എക്സ്പെർട്ടൈസും ഒക്കെ കമ്പൗണ്ടർക്കായിരിക്കും വളരെ മികച്ച രീതിയിൽ എക്സ്പീരിയൻസ് ഉണ്ടാവുക. എന്ന് കരുതിയിട്ട് കമ്പൗണ്ടർക്ക് മരുന്ന് എഴുതി കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? കമ്പൗണ്ടർക്ക് എക്സ്പീരിയൻസേ ഉള്ളൂ, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഇല്ല. സയൻറ്റിഫിക്കായിട്ട് രോഗത്തെക്കുറിച്ച്, മനസ്സിനെക്കുറിച്ച്, ശരീരത്തെക്കുറിച്ച്, മെഡിസിനെക്കുറിച്ച് കൃത്യമായിട്ട് ആര് പഠിച്ചിട്ടില്ല? കമ്പൗണ്ടർ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് മരുന്ന് എഴുതി കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഡോക്ടർക്ക് പറ്റും. സെയിൽസിൽ നമ്മൾ സൃഷ്ടിക്കുന്നത് മുഴുവൻ കമ്പൗണ്ടർമാരെയാണ്. പ്രോഡക്റ്റ് മാത്രം പഠിപ്പിച്ചിട്ട് സീനിയറായ വേറൊരു കമ്പൗണ്ടറുടെ കൂടെയാണ് വിടുന്നത്. അയാൾ എവിടെ നിന്ന് പഠിച്ചു? അയാൾക്ക് അയാളുടെ സീനിയർ. അപ്പോൾ അയാളുടെ സീനിയറോ? ഈ സ്ഥാപനം തുടങ്ങിയ ആൾ സാധനം ഉണ്ടാക്കാൻ അറിയാം, പ്രോഡക്റ്റ് ഉണ്ടാക്കി മാർക്കറ്റിലേക്ക് ബാഗും പെട്ടിയൊക്കെ എടുത്ത് ഇറങ്ങി ആ കസ്റ്റമറോട് കുറേ അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു, കുറേ തെറി കേട്ടു, കുറേ ചീത്ത പറഞ്ഞു, ചിലത് ശരിയായി. അപ്പോൾ ഇയാൾക്ക് തോന്നി ഇത് ശരിയായി, ഓക്കെ ഇത് പ്രാക്ടീസ് ചെയ്ത് കളയാം. അങ്ങനെ അയാളുടെ ഊഹത്തിൻ്റെ അടുത്ത് കുറേ ശരികൾ ഉണ്ടാക്കി. എന്നിട്ട് എന്ത്? ആദ്യം അയാളൊരു സെയിൽസ്മാനെ, അയാളൊന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് സെയിൽസ്മാനെ കൊണ്ടുവന്നു, അയാളെ പഠിപ്പിച്ചു. അയാൾ പഠിച്ചത് എന്ത്? ഇവിടെ പഠിച്ചു. ഈ പഠിക്കുന്നതിൻ്റെ കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീനിയറായ ആൾ പഠിച്ചത് കുറേ അയാൾ ഫീൽഡിൽ നിന്ന് പഠിക്കുന്നതാണ്. അയാൾക്ക് കറക്റ്റായിട്ട് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ അയാളുടെ സീനിയർ ആരെയും കണ്ടുപഠിച്ചു. അപ്പോൾ ഈ പഠിക്കുമ്പോൾ
സ്വന്തമായിട്ട് പഠിക്കുമ്പോൾ ഒരാളിൽ നിന്ന് പഠിക്കുമ്പോൾ അയാളുടെ നല്ലതും ചീത്തയും കൂടെ ചേർന്നിട്ടാണ് പഠിക്കുന്നത്.